ഈ അവസ്ഥയില് ഇവനെ കൊണ്ട് മോഴക്കുന്നിലേക്ക് യാത്ര പോയാ അത് ശരിയാവില്ല. ഇവനിന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇവന് സുഖമായിട്ട് നമുക്ക് പോവാം. എന്നെ എന്തിനാ നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് അവിടെ പോണമെങ്കിൽ എന്നെ ഒഴിവാക്കി പോവാലോ. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല. ആ സ്ഥലത്തേക്ക് വരാൻ നീ എന്തിനാ മടിക്കുന്നേ? അവിടെ നിന്ന് നിരീക്ഷിക്കാൻ പോലീസോ രുദ്രന്റെ ആളുകളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓ, അതാണോ നിന്റെ പേടി? ആരോ ഞങ്ങള് കൂടെയുള്ളപ്പോ നിന്നെ ആരും വന്നു തൊടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ ആരും പിടിച്ചോണ്ട് പോകുന്ന പേടിക്കേ വേണ്ട. ഞങ്ങൾ അതിന് സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? നീ ഞങ്ങൾക്കൊപ്പം അവിടെ വന്നാ മാത്രമേ നിന്റെ അമ്മയെ തേടി കണ്ടെത്താനാവൂന്ന് എത്ര തവണ പറഞ്ഞു. മോഴക്കുന്നിലേക്ക് വരാതിരിക്കുന്നതിന് നീ പറഞ്ഞ കാരണങ്ങളൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അത് വിശ്വസിക്കാനും കഴിയില്ല. നീ ഞങ്ങൾക്കൊപ്പം മോഴക്കുന്നിലേക്ക് വന്നേ പറ്റൂ. ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും. മോഴക്കുന്നിലേക്ക് പുറപ്പെടുന്ന സമയമാവുമ്പോ നീ എവിടെയെങ്കിലും പോയി ഒളിച്ചേക്കല്ല. പറഞ്ഞത് കേട്ടല്ലോ, ഈ യാത്ര ഒഴിവാക്കാൻ പറ്റില്ല ആരവേ. ആരവേ, മോഴക്കുന്നിലേക്ക് വരുന്നതിന് നിനക്ക് ഞങ്ങളോട് പറയാൻ പാടില്ലാത്ത വേറെന്തെങ്കിലും കാര്യമുണ്ടോ? നീ വിഷമിക്കല്ലേ. നിനക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല. നിന്റെ അമ്മയെ കണ്ടെത്തുന്നത് നിനക്ക് സന്തോഷമുള്ള കാര്യല്ലേ? മോഴക്കുന്നിലേക്ക് പോണം. മാഡം, ഞാൻ നേരത്തെ ചായ കൊണ്ടുവന്നപ്പോ മാഡം ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഓരോ ദിവസം ഇരുട്ടി വെളുക്കുമ്പോ ഓരോ പ്രശ്നങ്ങളാണല്ലോ മാഡം. ഓരോ ദിവസം ഇരുട്ടി വെളുക്കുമ്പോ മന്ദാകിനിക്കാണല്ലോ പ്രശ്നം. ഇവിടെ വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലെന്ന് പറയല്ലേ മാഡം, പ്രശ്നമുണ്ട്. ഇന്നെന്താ പുതിയ പ്രശ്നം? ഞാൻ എന്തെങ്കിലും പറഞ്ഞ മാഡം എന്നെ വിശ്വസിക്കില്ല, എന്നെ വഴക്കു പറയുകയും ചെയ്യും. അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയുന്നില്ല. വഴക്ക് കേൾക്കുന്ന കാര്യമാണെങ്കിൽ മന്ദാകിനി എന്നോട് പറയാതിരിക്കുന്നതാ നല്ലത്. അടിമറ്റത്തച്ഛൻ രാജസ്ഥാനിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് മാഡം. പള്ളിയിലെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞാലേ അച്ഛന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അവിടുത്തെ കപ്പ്യാരെ എന്റെ ഭർത്താവിന് പരിചയമുണ്ട്. അങ്ങനെയാ ഈ വിവരം ഞാൻ അറിഞ്ഞത്. നമുക്ക് അച്ഛനെ ചെന്ന് കണ്ടാലോ മാഡം? ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അച്ഛൻ രാജസ്ഥാനിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. സമയാവട്ടെ, നമുക്ക് അച്ഛനെ കാണാൻ പോവാം. ഇപ്പോഴെങ്കിലും മാഡത്തിന് സൽബുദ്ധി തോന്നിയല്ലോ. കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാവുമ്പോഴാ മാഡം നമുക്കൊക്കെ സൽബുദ്ധി തോന്നുന്നത്. നമ്മുടെ മനസ്സിൽ ചെകുത്താൻ കയറി ഒളിച്ചിരിക്കുമ്പോഴാ എന്തു പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. മാഡം വിളിച്ചാ മതി, ഞാൻ കൂടെ വരാം. അടിമറ്റത്തച്ഛനെ കാണുന്നതോടെ ഇവിടെ നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. മന്ദാകിനിയുടെ പ്രശ്നങ്ങൾക്ക് എന്ന് പറയുന്നതാവും ശരി. മന്ദാകിനി ചെല്ല്. ആരവ്, ആരവ്, ഇവനെന്തെടുക്കുക? ഉറങ്ങുവാണോ? രാവിലെ ഇതുവരെ ഉറക്കം എണീറ്റില്ലേ? ആരവ്, എടാ എഴുന്നേറ്റ് വാ. മാജിക്കില് ഞാനൊരു പുതിയ ഐറ്റം പരീക്ഷിക്കാൻ പോവാ.
നിനക്ക് കാണിച്ചു തരാം. വാ. വേണ്ടനോ, താൻ പോയി ടെസ്റ്റ് ചെയ്തോ. അത് പറഞ്ഞ പറ്റില്ല. എഴുന്നേറ്റ് വാ. എഴുന്നേറ്റ് വാടാ. അനു, വാ അങ്ങോട്ട്. ഇരിക്ക്. നീയേ അനങ്ങാതെ ഇരിക്കണം. നിന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാജിക്കാ ഞാൻ പരീക്ഷിക്കാൻ പോകുന്നത്. ഇതിന്റെ സീക്രട്ട് എന്റെ ഫ്രണ്ട്സ് കണ്ടുപിടിച്ച അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നീ ആവുമ്പോഴേ സീക്രട്സ് വിളിച്ച് പറയില്ലല്ലോ. ഒരു മജീഷ്യന്റെ സ്വഭാവം നിനക്കുണ്ട്. നിനക്കിതെന്തു പറ്റി?